കെ ഹരിദാസ്, ഈ കത്ത് ചോരലുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് AKD സെന്ററിൽ നിന്ന് ചോർന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ MA ബേബിക്ക് കൊടുത്ത കത്ത് ചോർന്നതിൽ അദ്ദേഹം പറയുന്നത് സംശയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ നിന്നേ ചോരുകയുള്ളൂ. അപ്പോൾ ഇത് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടായി വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിനെ അസംബന്ധ നാടകം എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളിക്കളയുന്നത്. ശ്രീ ഹരിദാസ്, കത്തുനാറുന്നത് എന്താണ് മൂപ്പരെ? തട്ടിൻ പുറത്തേലി ചത്തതാകാം എന്നൊരു കവിതാശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തോ ചത്തു നാറുന്നുണ്ട്. പക്ഷെ ആ ചത്തു നാറുന്നതിനെ അനുസൃതമായിട്ട് ഇത് കേൾക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും വേണ്ട തെളിവുകളൊന്നും ഈ പരാതിക്കാരന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. മഞ്ജുഷെ, ഇത് ഈ തുടക്കത്തിലെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ടൊന്നും ഇത് കത്തിപ്പടർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CPM കഴിഞ്ഞ കാലത്തെ ഈ 9 വർഷവും 3 മാസവുമായിട്ടുള്ള കാലഘട്ടത്തെ ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയും ഈ ഹർഷാദ്, എനിക്ക് ഹർഷാദാണോ ഞാൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട്, ഈ ഹർഷാദ് രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലെ ഇദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ആ നഷ്ടങ്ങളെ രാജേഷ് കൃഷ്ണയിലൂടെ CPM എന്ന് പറയുന്ന പാർട്ടിയെ ചാരിക്കൊണ്ട് പാർട്ടിയെ നാറ്റിക്കാനാണ് ശ്രമമെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ വെറും വ്യാമോഹമല്ലേ മഞ്ജുഷെ? ഈ ചർച്ചയിൽ പങ്കെടുത്ത റെജി ലൂക്കോസിനെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്തോ മോശമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാനും ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ അത്തരത്തിലുള്ള നാറി എന്നോ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ അദ്ദേഹം നടത്തി എന്ന് വരാം. ഇദ്ദേഹത്തിന് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? ഇദ്ദേഹം ഈ പറയുന്ന CPM എന്ന് പറയുന്ന 1 കോടിക്ക് മേൽ, മഞ്ജുഷിന് എന്റെ സ്വഭാവം അറിയാം, CPM ചെറിയ പ്രശ്നങ്ങൾ പോലും തലനാഴിക കീറിയിട്ട് അവരെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇദ്ദേഹം ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? എം പി രാജേഷ്, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്, ഇവർക്ക് നമ്മുടെ ഈ രാജേഷ് കൃഷ്ണയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിൽ ഇദ്ദേഹത്തിന് എന്താണ് കുഴപ്പമുള്ളത്? കാരണം രാജേഷ് കൃഷ്ണ കളങ്കിതനായതുകൊണ്ടല്ലേ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ ഇവർ പിടിച്ച് പുറത്താക്കണത്. നിങ്ങളുടേതായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ രാജേഷ് കൃഷ്ണയുടെ പേരില് പാർട്ടിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. പാർട്ടി കോൺഗ്രസിൽ നിന്നും യാതൊരുവിധ ലാഞ്ചനയും കൂടാതെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്കാക്കിയിട്ടുണ്ട്. ആ പുറത്തേക്കാക്കിയിട്ടുള്ളതിന് ശേഷം ഈ 4 കൊല്ലമായിട്ട് 2022 എന്ന് പറയുന്ന 22 നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് എണ്ണിക്കഴിഞ്ഞ ഏകദേശം 3.5 വർഷക്കാലത്ത് ഈ ഹർഷാദിനെ പറ്റിയിട്ട് നമുക്ക് ഈ കാര്യത്തിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഇതിലും വലിയൊരു പ്രശ്നം വന്നിട്ടുള്ളത് മഞ്ജുഷ് ഓർമ്മയില്ലേ, വൈദേഹം റിസോർട്ടിലെ EP ജയരാജന്റെ ഒരു ഷെയർ ഹോൾഡിംഗുമായിട്ടുള്ള ഒരു വിഷയം വന്നില്ലേ? എന്തായിരുന്നു അതിന്റെ തുടർന്നുള്ള നടപടികൾ? ആ വിഷയത്തിൽ എന്തായിരുന്നു നമ്മുടെ പ്രതിപക്ഷം ചെയ്തത്? ഈ ഹർഷാദ് ഇത്രയും വലിയൊരു ആരോപണം എന്ന് ഊതി വീർപ്പിച്ചു കൊണ്ടുവരുന്ന ഈ ആരോപണത്തിലെ നിലവിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചിട്ട് വേണ്ടേ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണമോ വേണ്ട? മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഈ കത്ത് ഇത് ഒരു പ്രാധാന്യവും ഇല്ലാത്ത കത്താണെങ്കിൽ എന്തിനാണ് ഈ കത്ത് പാർട്ടിയിൽ നിന്ന് ചോർന്നത്? പാർട്ടിക്ക് കൊടുത്ത കത്ത് കോടതിയിലെത്തിയത് എങ്ങനെയാണ്? അതുപോലെ തന്നെ MA ബേബിക്ക് ഇദ്ദേഹം അയച്ച ഇമെയിൽ ചോരുന്നു. അപ്പോൾ പാർട്ടിയിൽ തന്നെ ആരൊക്കെയോ ഇത് പരസ്പരം വിഴുപ്പലക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ എല്ലാ കത്തും ഈ പറയുന്ന ഷർഷാദ് ചോർത്തി നൽകി എന്നാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാം. പക്ഷെ അങ്ങനെയാണോ കാണുന്നത്? ഒരു വാലിഡ് ക്വസ്റ്റ്യൻ. അതായത് എനിക്കിത് ചോർത്തണമെന്നുണ്ടെങ്കിൽ അല്ല ഹരിദാസ് അതിൽ ആ കാര്യം പറയട്ടെ. ഹരിദാസ് ഒരു സെക്കൻഡ്. ഷർഷാദ് എന്താണ് താങ്കൾക്ക് ചോർത്തണമെന്നുണ്ടായിരുന്നുവെങ്കിൽ? പാർട്ടിക്കുള്ളിലെ അങ്ങേയറ്റം തൊഴുത്തിൽ കുത്ത് നടക്കുന്ന സമയമാണ് മഞ്ജുഷ, അത് നമുക്ക് എല്ലാവർക്കും ശരിയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഹരിദാസ് ഒരു സെക്കൻഡ്. ഷർഷാദ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഈ കത്ത് ഫസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുന്നത് 2022 അങ്ങനെ എനിക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 3 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോൾ ഞാനാണോ ഇത് കുത്തിപ്പൊന്തിച്ച് വന്നിരിക്കുന്നത്? ഇതിൻ്റെ അടിത്തറ എവിടെയാണ്? ഞായറാഴ്ച കാലത്ത്, ഇന്നലെ കാലത്ത് ബിജു പർവത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ആർട്ടിക്കിൾ മാതൃഭൂമിയിൽ വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബിജു പർവത്തിൻ്റെ ആർട്ടിക്കിൾ മാതൃഭൂമിയിൽ വരാനുള്ള കാരണം എന്താ? മാതൃഭൂമി ഈ കേസിൻ്റെ റെസ്പോണ്ടൻ്റാണ്. അപ്പോൾ റെസ്പോണ്ടൻ്റായി മാതൃഭൂമി വരുമ്പം രാജേഷ് കൃഷ്ണക്കെതിരെയുള്ള അന്നത്തെ വാർത്ത ചെയ്ത ബിജു പർവത്താണ്. അദ്ദേഹം റെസ്പോണ്ടൻ്റ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ മാതൃഭൂമിയിൽ എഴുതുന്നു. ഞാൻ എൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആവശ്യത്തിന് നാട്ടിൽ വരുന്നു. അപ്പോൾ എൻ്റെ കാലത്ത് എണീക്കുമ്പോൾ കാണുന്നത് എൻ്റെ ഫോൺ കോൾസിൽ ഒരുപാട് ചാനലുകളുടെ മിസ് കോളാണ്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ മാതൃഭൂമി ഒന്ന് നോക്കണം, ഞങ്ങൾക്ക് ബൈറ്റ്സ് തരണം എന്ന് പറഞ്ഞ് എൻ്റെ അഡ്രസ്സും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും എൻ്റെ വീടും കാര്യങ്ങളൊക്കെ അറിയാം. അവർ ലോക്കലി ബന്ധപ്പെട്ടിട്ട് ഞാൻ 8-8:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് ക്യാമറയായിട്ട് ചാനലുകാർ നിൽക്കുകയാണ്. അല്ലാതെ ഞാനിത് കൊണ്ടുപോയിട്ട് എനിക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഞാൻ അന്ന്
ഈ കത്ത് കോടിയേരിക്ക് കൊടുത്ത സമയത്ത്, അല്ലെ ഈ കത്ത് മധുര ദവാളക്ക് കൊടുത്ത സമയത്ത് അവിടെ ഇത്രയും പത്രസമ്മേളനം, ഒരു പത്രക്കാരെ വിളിച്ചിട്ട് പത്രസമ്മേളനം ചെയ്തിട്ട് ഇതിന്റെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് എത്ര സമയം വേണോ? എനിക്ക് ഇത്രയും വർഷം വേണോ? ഏതെങ്കിലും ഒരു പ്രസ് മീറ്റ് ഇനി മദ്രാസിൽ മലയാള മാധ്യമമില്ലേ, അവിടെ കൊടുത്താൽ പോരെ? താങ്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ ഈ രാജേഷ് കൃഷ്ണ വഴി? താങ്കൾക്ക് പറയാൻ സാധിക്കുമോ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാക്കള് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൈസ കൈപ്പറ്റിയെന്ന് ഈ കത്ത്? ഇതൊക്കെ വാലിഡ് അല്ലാത്ത ക്വസ്റ്റ്യൻ. അതൊക്കെ എവിടെയാ ഞാൻ കത്തിൽ പറയുന്നത്? ഞാൻ കത്തില് അല്ല, ഞാനത് നേരത്തെ ചോദിച്ചിരുന്നു ഷർഷാദ്, ഈ CPM-ന്റെ നേതാക്കൾ ഡയറക്റ്റ് ആയിട്ട് പണം കൈപ്പറ്റിയെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി വഴി കൈപ്പറ്റിയെന്നോ ഡയറക്റ്റ് ആയിട്ട് ഈ കത്തിൽ പറയുന്നില്ല. പക്ഷെ താങ്കൾ പറയുന്നു കത്ത് മാത്രമല്ല അതിന്റെ കൂടെ രേഖയും ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ആ രേഖയാണോ ഈ പ്രശ്നമാകുന്നത്? ഈ കത്തല്ല, ഈ കത്തിന് പുറമെ ഇതിന് ഡയറക്റ്റ് ലിങ്ക് ഉള്ള രേഖകൾ ഉണ്ടായിരുന്നു, അത് കോടതിയിൽ എത്തിയതാണ്, അത് AKG സെന്ററിൽ നിന്നാണ് ചോർന്നത്. അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? താങ്കളും രാജേഷ് കൃഷ്ണയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങള് PB അംഗത്തിനോ അല്ലെങ്കിൽ MA ബേബിക്കോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോ കൊടുത്തു. ആ കൊടുത്തതിന് നടപടി എടുത്തില്ല. പക്ഷെ ആ കത്തിന്റെ ഉള്ളടക്കത്തിലൂടെ പാർട്ടിക്കേറ്റ കളങ്കം എന്താണ്, പാർട്ടി നേതാക്കൾ എത്ര കൈപ്പറ്റി? പിന്നെ താങ്കൾ പറഞ്ഞ എന്നെ നേരത്തെ വീണ്ടും ആവർത്തിക്കുകയാണ്, തോമസ് ഐസക് ആയാലും MP രാജേഷ് ആയാലും ശ്രീരാമകൃഷ്ണനായാലും ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങൾ അറിയും മുമ്പ് ആ വ്യക്തിയുമായിട്ട് ഒരു പക്ഷെ പരിചിതരായിരിക്കാം. അതിനപ്പുറമുള്ള എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്? പിന്നെ താങ്കൾ ഈ പറയുന്നത് പൂർണ്ണമായിട്ട് ഞാൻ ഇന്ന് 4 മണി വരെ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞു രാജേഷ് കൃഷ്ണയെ താങ്കളുടെ ബെഡ്റൂമിൽ നിന്ന് പിടിച്ച് പുറത്തേക്കാക്കിയതാണെന്ന് പറഞ്ഞു. താങ്കൾ പറയുന്നത് മാത്രം വിശ്വസിക്കാനുള്ള മണ്ടത്തരം സാമൂഹ്യ നിരീക്ഷകരായ ഞങ്ങൾക്കില്ല. ശരി, ശ്രീജിത്ത് മുഹമ്മദ് ഷർഷാദ് പറയുന്നതിൽ താങ്കൾ എന്താണ്, താങ്കൾ അതിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടോ ഇല്ലയോ ശ്രീജിത്ത്? അല്ല നോക്കൂ മഞ്ജുഷ, ഞാനിതിൽ എന്നോടല്ലേ ചോദ്യം? ഇപ്പൊ ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഇപ്പൊ ഞാൻ പറയുന്നതിൽ അതില് ഞാൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ ഷർഷാദ്. ശ്രീജിത്ത് അല്ല നോക്കൂ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു വ്യക്തിയുടെ ആരോപണമാണ്. ആ വ്യക്തിയുടെ ആരോപണത്തിനാണോ സത്യസന്ധത അതോ അതിന്റെ മറുഭാഗത്തിനാണോ സത്യസന്ധത? ഇനി ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ്. അതുകൊണ്ട് ഈ പരാതി കണ്ടതുകൊണ്ടോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചത് കൊണ്ടോ ഇതിൽ ഏതാണ് സത്യം, ആരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന കാര്യത്തിനെ പറ്റി ഒരു ക്ലൂവുമില്ല. അത് വ്യക്തിപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് CPM-ന്റെ ഇൻവോൾവ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ശരിയായിട്ട് ഇവിടെ ഉയരേണ്ടുന്ന ചോദ്യങ്ങൾ, ഒന്ന്, രാജേഷ് കൃഷ്ണയെ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കാൻ മതിയായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 3 കാറ്റഗറികളിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിൽ ആരോപണമുണ്ട്. ഇതിൽ ഏത് കാര്യത്തിന് കൊടുത്തിരിക്കുന്ന തെളിവ് കണ്ടിട്ടാണ് CPM-ന്റെ PBക്ക് ആ രാത്രി തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുള്ള ബോധ്യമുണ്ടായത്? മറ്റേതെങ്കിലും ഒരു പ്രതിനിധിക്കെതിരെ ഏതെങ്കിലും ഒരു സമയത്ത്, അത് പാർട്ടി സമ്മേളനം നടക്കുമ്പോഴല്ല, അല്ലാത്ത സമയത്താണെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടുള്ളപ്പോൾ CPM സാധാരണ ചെയ്യുന്നത് എന്താണ്? ഇന്റേണലായിട്ടൊരു അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് തീരുമാനമെടുക്കുക. ഇത് രാത്രിയിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനും ഇദ്ദേഹം ഇനി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതിനും കാരണമായിട്ടുള്ള തെറ്റേതാണ്? ഇപ്പൊ ഈ എല്ലാ ആരോപണങ്ങളും ശരിയാണോ? അതിൽ ഏതെങ്കിലും ഒരു ആരോപണമാണോ ശരി? അതിന്റെ തെളിവിൽ ഏത് തെളിവിലാണ് അവരിത് വിശ്വസിച്ചത്? തുടങ്ങിയ കാര്യത്തിൽ മാത്രമേ ഞാൻ ഇതിൽ പ്രശ്നം കാണുന്നുള്ളൂ. അപ്പൊ ഏത് ആരോപണം എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പാർട്ടി നേതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം അതിലുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും സാമ്പത്തിക സഹായം, ഇപ്പം ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കുന്നു എന്ന രീതിയിലത്തേക്ക് പറയുന്നുണ്ട്. അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സാമ്പത്തിക സഹായം നൽകി എന്നതിനെ കുറിച്ച് പാർട്ടിക്ക് ബോധ്യമായിട്ടാണോ? അത് ആ ഒരു രാത്രിയിൽ തന്നെ വെരിഫൈ ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞോ? ഒപ്പം രാജേഷ് കൃഷ്ണയോട് ഇപ്പോ ഈ CPM-നുള്ള നിലപാട് എന്താണ്? നേരത്തെ ഈ നടന്നിരിക്കുന്ന ഏപ്രിലോ മറ്റോ ആണ് പാർട്ടി കോൺഗ്രസ് നടന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനോട് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടതിന് ശേഷം ഇപ്പോ അദ്ദേഹം പാർട്ടിയുടെ പ്രതിനിധിയാണോ? ഇപ്പോ അദ്ദേഹം പാർട്ടിയുടെ അംഗമാണോ? മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി PBയുടെ ഈ തീരുമാനത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ഈ ആരോപിക്കുന്ന കാര്യങ്ങളിൽ CPM എവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ CPM അദ്ദേഹത്തിനെ സംരക്ഷിക്കാനായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം മാറ്റിക്കൊണ്ട് ഇപ്പോൾ അവർക്കൊരു താല്പര്യമുണ്ടോ, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കേസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ കത്ത് CPM ലീക്ക് ചെയ്തോ, ഈ പ്രശ്നം അവിടെ മാത്രമേ വരുന്നുള്ളൂ. അതല്ലാതെ ഇതൊരു പ്രശ്നമല്ല. അതല്ലാതെ ബാക്കി പറയുന്നതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. പാർട്ടി മറ്റൊരു കാര്യം കൂടി, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളത്, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇതിനകത്ത് MV ഗോവിന്ദന്റെ മകനാണ് ഈ കത്ത് ചോർത്തിയത് എന്ന് പറയുമ്പോൾ
MV ഗോവിന്ദനെതിരെയും ഇതിനകത്ത് പരാമർശം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ DGPക്ക് കൊടുത്ത പരാതിയിലാകട്ടെ ശ്യാമിനെതിരെയും ഉണ്ട്. ശ്യാം എന്ന് പറയുന്ന MV ഗോവിന്ദന്റെ മകനാണ്. അപ്പോൾ സ്വയം കുഴി കുഴിക്കുമോ എന്നുള്ള ചോദ്യം കൂടി അതിനകത്തുണ്ടല്ലോ. ഈ മറ്റുള്ളവർ പെട്ടോട്ടെ എന്ന് കരുതി സ്വന്തം പ്രതിച്ഛായം നഷ്ടമാകുന്ന രീതിയിൽ കാര്യങ്ങൾ വരും. അങ്ങനെ ഉള്ള സങ്കീർണതകൾ ഉണ്ടല്ലോ ശ്രീത്ത്. നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഈ കത്തുകളും ഈ കത്തിൽ പറയുന്ന ആരോപണങ്ങളുമാണ്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഇന്നതുപോലെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന സമയത്ത് അതിനകത്തിൽ കുറേ പ്രശ്നമുണ്ട്. ഇതിന്റെ രേഖകൾ നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു രേഖ കാണാത്തിടത്തോളം അതൊരാളിന്റെ ആരോപണം മാത്രമാണ്. കാര്യങ്ങൾ ഇപ്പൊ ശ്രീത്തും ഈ പരാതി വായിച്ചുവല്ലോ. ഇപ്പോൾ അദ്ദേഹം തന്നെ ഷർഷാദ് തന്നെ പറയുന്നുണ്ട് 2022 പരാതിയും 25 പരാതിയും ഒന്ന് തന്നെയാണെന്ന്. ശ്രീത്തിന് ആ പരാതി വായിച്ചു നോക്കിയപ്പോൾ, ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ പരാതി വായിച്ചു നോക്കിയപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ആരെയെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പണം വാങ്ങി സാമ്പത്തിക ഇടപാട് നടത്തി എന്ന രീതിയിൽ എന്തെങ്കിലും അതിനകത്ത് കാണാൻ സാധിച്ചു? ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ്. പക്ഷേ DGPക്ക് കൊടുത്ത പരാതിയിൽ കുറച്ചുകൂടി ശക്തമായിട്ട് പറയുന്നുമുണ്ട്. പക്ഷേ ഷർഷാദ് പറയുന്ന അങ്ങനെയല്ല, കൃത്യമായി രേഖകൾ ഉണ്ടെന്നാണ്. ശ്രീധരൻ എന്താണ് തോന്നിയത് അതിൽ നിന്ന്? അല്ല, ആദ്യം കൊടുത്തിരിക്കുന്നതിലല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം 12-ാം തീയതിയോ മറ്റോ അദ്ദേഹം അയച്ചിരിക്കുന്ന ഇമെയിലിൽ ഈ കത്ത് ലീക്ക് ആയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശ്രീ MV ഗോവിന്ദനെയും മകനെയും തന്നെ പരാമർശിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് അവർക്ക് മലബാറിൽ നിന്നുള്ള ഒരു വ്യവസായി, വലിയ സ്വാധീനമുള്ള ഒരു വ്യവസായിയുമായിട്ടുള്ള ഒരു ബന്ധവുമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് രാജേഷ് കൃഷ്ണ ഇടപെട്ടിട്ടാണ് അതിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് നടത്തിയത് എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണ് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും ഒരു ബെനിഫിഷ്യറി ആയിട്ട് രാജേഷ് കൃഷ്ണ പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഡയറക്റ്റ് അലഗേഷൻ വരുന്നത്.